കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അത് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറയുന്ന, അതായത് ത്രികോണ വിഭജനത്തെക്കുറിച്ചായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമുക്കിനി ചെയ്യാനുള്ളത് ഈ പാഠത്തിൽ. എന്താണ് ത്രികോണ വിഭജനം? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രയാങ്കിൾ ഡിവിഷൻ അല്ലെങ്കിൽ ത്രികോണ വിഭജനം എന്താണ്? ഇവിടെ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് എ ട്രയാങ്കിൾ എന്ന് പറയും അല്ലേ. ADE എന്ന് പറയുന്ന വലിയൊരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഈ വലിയ ട്രയാങ്കിളിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന്, ടോപ്പ് വേർട്ടെക്സ് അതിൻ്റെ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് ഈ ത്രികോണത്തെ ഇങ്ങനെ വരകൾ വരച്ചുകൊണ്ട് ഭാഗിച്ചിരുന്നു. അതായത് EB എന്ന് പറയുന്ന വരയും EC എന്ന് പറയുന്ന വരയും വെച്ച് ഇത് ഭാഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാഗിച്ചപ്പോൾ AD എന്ന് പറയുന്നത് ABയും BCയും CDയുമായിട്ട് മാറി. ABയുടെ അളവ് X എന്നെടുത്തു, BCയുടെ അളവ് Y എന്നെടുത്തു, CDയുടെ അളവ് Z എന്നെടുത്തു. ഇവിടെ ഈ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ ഉണ്ട്, ത്രികോണമുണ്ട്. ഈ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഇവിടെ ഈ സെൻറ്ററിലൂടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ബ്ലാക്ക് പോയിൻ്റാണ്, അതായത് H എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റെഡ് അടയാളപ്പെടുത്തിയിട്ടുള്ള ചെറിയ ത്രികോണത്തിൻ്റെയും ഉയരം എന്ന് പറയുന്നത് H തന്നെയാണ്. ഈ ഗ്രീൻ നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള, പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ത്രികോണ ട്രയാങ്കിളിൻ്റെയും ഉയരം എന്ന് പറയുന്നത് H തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പരപ്പളവ് അഥവാ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഒന്നാമത്തത് ഈ കറുപ്പ് ഷെയ്ഡ് ചെയ്ത ഭാഗം, അതായത് ABE. ത്രികോണം ട്രയാങ്കിൾ ത്രികോണം ABEയുടെ പരപ്പളവ് സമം അര ഇൻറ്റു B ഇൻറ്റു H ആണ്. നമുക്കറിയാം അര ഇൻറ്റു B ഇൻറ്റു H ആണ്. അതിൽ B എന്ന് പറയുന്ന പാദം എന്ന് പറയുന്നത് ഇവിടെ X ആണ്. അപ്പോൾ X ഇൻറ്റു H എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഹൈറ്റിന് ഉയരത്തിന് H തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ H എന്ന് എഴുതി. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE. രണ്ടാമത്തത് ഈ റെഡ് നിറത്തിലുള്ള ത്രികോണം എന്ന് പറയുന്നത് ത്രികോണം BCE എന്ന് പറയുന്ന ത്രികോണം. അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് അര ഇൻറ്റു Y ഇൻറ്റു H. ഇവിടെ Y ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അര ഇൻറ്റു Y ഇൻറ്റു H. മൂന്നാമത്തത് CDE എന്ന് പറയുന്ന ത്രികോണം ട്രയാങ്കിൾ CDEയുടെ ഏരിയ, അതായത് പരപ്പളവ്. ത്രികോണം CDEയുടെ പരപ്പളവ്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ CDE ഈക്വൽ ടു അര ഇൻറ്റു Z ഇൻറ്റു H എന്നാണ്. ഇവിടെ നമ്മൾ Z എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് Z ഇൻറ്റു H. അപ്പോൾ മൂന്നിൻ്റെയും പരപ്പളവ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ അംശബന്ധം ഒന്ന് കണ്ടുപിടിക്കാം. പരപ്പളവിൻ്റെ അംശബന്ധം, അതായത് റേഷ്യോ ഓഫ് ദ ഏരിയ എന്ന് എഴുതിയാൽ മതി. അത് എഴുതുമ്പോൾ സമം ഈക്വൽ ടു മൂന്ന് ഏരിയകൾ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്? അര ഇൻറ്റു X ഇൻറ്റു H എന്ന് പറഞ്ഞാൽ അര XH അല്ലേ, അര XH എന്ന് എഴുതിയാൽ മതി. ഈസ് ടു അല്ലേ അര YH ഈസ് ടു അര ZH എന്ന് എഴുതി. ഇങ്ങനെ അംശബന്ധം എഴുതുമ്പോൾ മൂന്നിലും പൊതുവായത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കി എഴുതാം. അപ്പോൾ ഒഴിവാക്കി എഴുതുമ്പോൾ മൂന്നിനും പൊതുവായിട്ടുള്ള എന്താ? അര H ഉണ്ട്, ഇവിടെ അര H ഉണ്ട്, ഇവിടെ അര H ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കിയ ബാക്കി എന്ത് വരുന്നു? Xും Yയും Zും വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ മൂന്ന് ത്രികോണങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത്, അതായത് എന്തിൻ്റെ അംശബന്ധം? പരപ്പളവിൻ്റെ അംശബന്ധം അല്ലേ, അതായത് റേഷ്യോ ഓഫ് ദെയർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ റേഷ്യോ എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? X:Y:Z എന്നാണ് കിട്ടിയത്. ഈ X:Y:Z എന്ന് പറയുന്നത് എവിടെയാണ് നിങ്ങൾ കാണുന്നത്? അതെന്താണ്? അതായത് നമ്മൾ എന്ന് പറയുന്ന ഈ മൂലയിൽ നിന്ന് അല്ലേ, അതായത് ഈ വേർട്ടസിൽ നിന്ന് ഇതിനെ ഭാഗിച്ചപ്പോൾ ആ ഭാഗിക്കപ്പെട്ട അളവാണ് നമ്മൾ ഈ Xും Yയും Z എന്ന് പറഞ്ഞാൽ. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് ഒന്നാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന തരത്തിലുള്ളൊരു ചോദ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ABC എന്ന് പറയുന്നൊരു ത്രികോണം വരച്ചിട്ടുണ്ട്. അതിൽ C എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, മൂലയിൽ നിന്നൊരു വര വരച്ചിട്ടുണ്ട്, D എന്ന് പറയുന്ന ഭാഗത്ത്. ഇതിൻ്റെ നടുഭാഗത്തേക്കൊന്നല്ല ഇത് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ ചോദ്യം നമുക്കൊന്ന് ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തെ CD എന്ന വര
ഭാഗിച്ചിരിക്കുന്നു, സി ഡി എന്ന വര ഭാഗിച്ചിരിക്കുന്നു അല്ലേ. എ ബി എന്ന് പറയുന്നത്, അതായത് ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ളത് 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എ ഡി എന്ന് പറയുന്ന ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ളത് 6 സെൻറ്റിമീറ്റർ ആയാൽ എ ക്വസ്റ്റ്യൻ ഡി ബി എത്ര എന്ന് പറയുന്നു, ബി എന്ന് പറയുന്നത് എ ഡി ഈസ് ടു ഡി ബി എത്രയാണ്, അതായത് ഇതേ ഈസ് ടു ഇത് എത്രയാണല്ലോ. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രികോണം എ ഡി സിയുടെയും ത്രികോണം ഡി ബി സിയുടെയും പരപ്പളവുകളുടെ അംശബന്ധമുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പരപ്പളവിൻ്റെ അംശബന്ധം, ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ triangle ABC is divided by the line CD. AB equal to 10 cm, AD equal to 6 cm. And first question, find DB. Second question, find AD is to DB. And third question, find the ratio of the area of triangle ADC and DBC. ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആൻസറിലേക്ക് കിടക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് എ ബി എന്ന് പറയുന്നില്ലേ, എ ബി ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറയും. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ളത് 10 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ പറയുന്നത് എ ഡി, അത് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. എ ഡി എന്ന് പറയുന്നത് ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ളത് 6 സെൻറ്റിമീറ്റർ ആണ്, 6 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഉത്തരം ഡി ബി എത്രയാണ്? ഡി ബി എന്ന് പറയുന്നത് 10ൽ നിന്ന് 6 മൈനസ് ചെയ്തല്ലേ, ശരിയല്ലേ? ഇവിടെ ടോട്ടൽ 10 ആണ്, ഇവിടെ 6 ആണ്. അപ്പോൾ 10ൽ നിന്ന് 6 മൈനസ് ചെയ്താണ് അല്ലേ. അപ്പോൾ ഡി ബി ഈക്വൽ ടു എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? 10 മൈനസ് 6 ഈക്വൽ ടു എത്ര വരുന്നത്? 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എ ഡി ഈസ് ടു ഡി ബി എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എ ഡി ഈസ് ടു ഡി ബി ഈക്വൽ ടു എന്താ വരിക? എ ഡി എന്ന് പറയുന്നത് 6 അല്ലേ, 6:4. ഇതൊന്നും ചെറുതാക്കാം നമുക്ക് അല്ലേ. 6:4 ചെറുതാക്കി കഴിഞ്ഞാൽ എന്താ വരിക? 3:2 അല്ലേ, 3:2 ഇത് കിട്ടും. ഐഡിയ കിട്ടിയല്ലോ. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? അതിൽ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. പരപ്പളവ് തമ്മിലുള്ള, അതായത് ഏരിയ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സി ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. സി എന്ന് പറയുന്നത് ഏരിയ തമ്മിൽ നമ്മൾ എന്താ പഠിച്ചത്? എ ഡി ഈസ് ടു ഡി ബി എന്താണോ ഉള്ളത്, അതായത് എ ഡി എന്ന് പറയുന്നത് 6, ഡി ബി എന്ന് പറയുന്നത് 4, അതെന്താണോ ഉള്ളത് ആ റേഷ്യോയിൽ തന്നെയായിരിക്കും, ആ അംശബന്ധത്തിൽ തന്നെയായിരിക്കും ഈ രണ്ടെണ്ണത്തിൻ്റെയും എന്ത് വരുന്നത്? ഏരിയ വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരവ് എന്ത് തന്നെയായിരിക്കും? 3:2 എന്ന് പറയുന്ന ഇതിൽ തന്നെയായിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും അംശബന്ധം 3:2 എന്ന് പറയും. അടുത്തൊരു ചോദ്യം നോക്കൂ. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ the diagonal of the quadrilateral split into 4 triangles. The area of 3 of them are given below. Calculate the area of the whole quadrilateral. അതായത് ചിത്രത്തിലെ ഈ ചതുർഭുജത്തിൽ വികരണങ്ങൾ വരച്ച് 4 ത്രികോണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. മുഴുവൻ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. ഈ മുഴുവൻ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഈ 4 ത്രികോണങ്ങളുടെ പരപ്പളവ് കൂട്ടണം. പക്ഷെ അങ്ങനെ കൂട്ടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇതിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാം കൂടി എന്ത് ചെയ്യണം? കൂട്ടണം വേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ, ഫസ്റ്റത്തെ ഈ ത്രികോണം എടുക്കും, വലിയ ത്രികോണം എന്ന് പറയുന്നത്. അതിൻ്റെ മൂന്നാമത്തെ വേർട്ടസിൽ നിന്ന് മൂലയിൽ നിന്ന് ഇതിനെങ്ങനെ ഭാഗിച്ചില്ലേ. അപ്പോൾ ഭാഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വര ഉണ്ടാവും, ഈ ഭാഗമുണ്ട് അല്ലേ. അതിൻ്റെ അംശബന്ധം അപ്പോൾ ഞാനിവിടെ അതിനെ എ ബി സി എന്ന് പറഞ്ഞു. അപ്പോൾ എ ബി ഈസ് ടു ബി സി എന്ത് കാര്യം? ഈ ത്രികോണം എടുത്താൽ എ ബി ഈസ് ടു ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ഈസ് ടു ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 60:30 അല്ലേ വരുന്നത് അല്ലേ. 60:30. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഈ ത്രികോണം എടുത്തു. ഈ ത്രികോണം എടുത്തപ്പോഴും എന്താ ഇവിടുന്ന് ഇങ്ങോട്ട് ഭാഗിച്ചല്ലേ. അപ്പോഴെന്താ വരുന്നത്? എ ബി ഈസ് ടു ബി സി അല്ലേ. അപ്പോഴും അത് തന്നെയാണ് വരുന്നത്, എ ബി ഈസ് ടു ബി സി. അതിൽ ഇത് മാത്രം തന്നിട്ടുണ്ട്, ഇതറിയില്ലല്ലോ. അപ്പോൾ അറിയാത്തത് കൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാം? എക്സ് എന്ന് കൊടുത്ത് എഴുതാം അല്ലേ. അതറിയാത്തത് കൊണ്ട് നമുക്കതിനെ
എക്സ് എന്ന് കൊടുത്തെഴുതാം. എക്സ് എന്ന് കൊടുത്തെഴുതാം. അപ്പം എങ്ങനെ വരിക? എ ബി ഈസ് ടു ബി സി എന്ന് പറയുന്നത് എന്തായിട്ട് വരും? എ ബി ഈസ് ടു ബി സി എന്ന് പറയുന്നത് എക്സ് ഈസ് ടു 40 ആയിട്ട് വരും. ശരിയല്ലേ? എക്സ് ഈസ് ടു 40. ഐഡിയ കിട്ടിയോ? ഇവിടെ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എ ബി ഈസ് ടു ബി സി എന്ന് പറയുന്നത് 60:30 എന്ന് എഴുതാം. അതുപോലെ ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൽ എ ബി ഈസ് ടു ബി സി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈസ് ടു 40 ആണെന്ന് പറയാം. ഐഡിയ കിട്ടിയല്ലോ? അപ്പോൾ ഇവിടെ നോക്കൂ, എ ബി ഈസ് ടു ബി സി, എ ബി സി. അപ്പോൾ നമുക്ക് അത് രണ്ടും എന്ത് ചെയ്യാം? ഈക്വൽ ആണ്. അപ്പോൾ അതായത് 60:30 ഈക്വൽ ടു എക്സ് ഈസ് ടു 40 എന്ന് എഴുതാം. ഐഡിയ കിട്ടിയല്ലോ? ഇനി ഇതിൽ നിന്ന് നേരെ എക്സിൻ്റെ വില കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതിനുവേണ്ടി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. അതായത് 60:30 ഈക്വൽ ടു എക്സ് ഈസ് ടു 40 എന്ന് പറയുമ്പോൾ അതിനെ നിങ്ങൾക്ക് 60/30 ഈക്വൽ ടു എക്സ് ബൈ 40 എഴുതാം. എന്താ എഴുതിയത്? 60/30 അല്ലേ? 60/30 ഈക്വൽ ടു എക്സ് ബൈ 40 എന്ന് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്യുക. 40നെ ഇങ്ങോട്ട് ഗുണിക്കുക, 30നെ ഈ ഭാഗത്തേക്ക് ഗുണിക്കുക അല്ലേ? അപ്പോൾ എങ്ങനെ വരുന്നത്? 40നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ അല്ലേ, ഗുണിക്കുക. അപ്പം എന്താ വരിക? 60 × 40 ഈക്വൽ ടു അല്ലേ? ഇത് ഹരിക്കണമാണ്. ഹരിക്കണം ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ആക്കി നമുക്ക് ഈക്വൽ ടു. പിന്നെ ഈ 30നെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 30 ഗുണിക്കണം എക്സ് അല്ലേ? അതായത് 30x എന്ന് വരും. ശരിയല്ലേ? ഇനി 60 × 40 എത്രയാണ് വരുന്നത്? 60 × 40 എന്ന് പറയുമ്പോൾ അത് രണ്ടും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2400 എന്ന് കിട്ടും ഈക്വൽ ടു 30x. ഇനി എക്സിൻ്റെ വില കാണാൻ ഈ 30നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. എന്ത് വരും? 30നെ ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം അല്ലേ? ഇത് ഇൻറ്റു 30x എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു അല്ലേ ഗുണിക്കണം എക്സ് എന്നാണ്. അപ്പോൾ ആ ഗുണിക്കണം ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണമായി എഴുതുമ്പോൾ എന്ത് വരുന്നു? 2400/30 എന്ന് വരുന്നു അല്ലേ? എത്ര വരുന്നത്? എക്സ് ഈക്വൽ ടു 2400/30. ഇന്ന് 0 വെട്ടിക്കഴിഞ്ഞാൽ 240/3. എത്ര വരുന്നു? ഉത്തരം 80. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ് കിട്ടുന്നത്? 80. അപ്പോൾ ഈ എക്സിൻ്റെ വില കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ മൊത്തം പരപ്പളവ്, ആകെ പരപ്പളവ് അല്ലേ? നമുക്ക് ആകെ പരപ്പളവ് ഒന്ന് എഴുതി നോക്കാം. ടോട്ടൽ ഏരിയ എന്താ വരുന്നത്? ടോട്ടൽ ഏരിയ ആകെ പരപ്പളവ് എത്രയാണ് വരുന്നത്? ഏതൊക്കെ വരുന്നത്? 60, 30, 40, പിന്നെ എക്സ് എത്രയാണ്? 80 അല്ലേ? അപ്പോൾ 60, 30, 40, 80 എത്ര വരുന്നത്? 60, 30, 40, 80 അല്ലേ? 60, 30, 40, 80 എത്ര വരും? 100, 80, 30, 110. എത്ര വരും? 210 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ അതേ രീതിയിലുള്ള മറ്റൊരു ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCD, കോർഡിലാറ്ററൽ ABCD എന്ന്. അതായത് ABCD എന്ന ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കാണുക എന്നാണ്. ഇതാണ് നമ്മുടെ ചിത്രം എന്ന് പറയുന്നത്. അതിൽ ഈ ഒരെണ്ണ വികരണങ്ങൾ, അതായത് AC എന്ന് പറയുന്ന വികരണ ഡയഗണലും DB എന്ന് പറയുന്ന വികരണവും ഈ ചതുർഭുജത്തെ 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. 4 ത്രികോണങ്ങൾ, 1, 2, 3, 4. അതിൽ ഒരെണ്ണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ സ്ക്വയറും മറ്റൊന്ന് 60 സെൻറ്റിമീറ്റർ സ്ക്വയറും ഇവിടെ 45 സെൻറ്റിമീറ്റർ സ്ക്വയറുമാണ്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ കോർഡിലേറ്ററിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ, മുഴുവൻ കോർഡിലേറ്ററിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കണ്ടുപിടിക്കണം അല്ലേ? ഈ ഭാഗം കണ്ടുപിടിച്ച് മൊത്തം ആകെ കൂട്ടുകയാണ് വേണ്ടത്. ഈ ഭാഗം അറിയില്ല, അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ അവിടെ എക്സ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത് അല്ലേ? ഇവിടെ എന്താ വരുന്നത്? ഫസ്റ്റ് 2 ഭാഗങ്ങളാണ്. നമുക്കിവിടെ ഒരു എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ഭാഗം പരിഗണിച്ച് കഴിഞ്ഞാൽ, അതായത് ACD അല്ലേ, ഇത് എടുത്തു കഴിഞ്ഞാൽ AE ഈസ് ടു EC എന്ന് പറയുന്നത് എന്തായിരിക്കും? AE ഈസ് ടു EC എന്ന് പറയുന്നത് എത്രയാണ്? 20:60 അല്ലേ? ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി 2:6 എന്ന് എഴുതാൻ കഴിയും. 2:6 എന്ന് എഴുതാം.
അതായത് ഈക്വൽ ടു 0 രണ്ടും കട്ട് ചെയ്ത 2:6 എന്ന് എഴുതാം. അടുത്തത് അതിനെ ഇനിയും ചെറുതാക്കാം, 1:3 എന്ന് എഴുതാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. 1:3 എന്ന് എഴുതാം. നമുക്കത് എഴുതാം ഈക്വൽ ടു 1:3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 20:60 എന്ന് പറഞ്ഞാൽ 1:3 ആണ്. അടുത്തത് AE:EC എന്ന് പറയുന്നത്, അതായത് ഇതെടുത്തു കഴിഞ്ഞാൽ ABC എടുത്തു കഴിഞ്ഞാൽ AE:EC എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ എക്സ് ആണ് ഇത്. അപ്പോൾ X:45 എന്ന് വരും, 45. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയത്? രണ്ടും ഇവിടെ AE:EC ആണ്, AE:EC ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 1:3 അല്ലേ. അതായത് 20:60 എന്ന് പറഞ്ഞാൽ 1:3 ആണ്, അത് ചെറുതാക്കിയതാണ്. ഈക്വൽ ടു എന്തെഴുതാം? X:45. ഇതിന് നമ്മൾ എങ്ങനെ എഴുതിയത്? 1/3 അല്ലേ. 1/3 ഈക്വൽ ടു X/45 അല്ലേ. ഇനി ഇതിൽ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 45 എന്ന് പറയുമ്പോൾ 45ഉം X×3 എന്ന് പറയുമ്പോൾ 3x വരും അല്ലേ. ഇനി അതിൽ എക്സിൻ്റെ വില കാണുമ്പോൾ X ഈക്വൽ ടു 45/3 ഈക്വൽ ടു 15 എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ വില 15. അപ്പോൾ ആകെ എന്ത് വരും? 20, 60, 15, 45 3 4 കൂട്ടുമ്പോൾ 140 എന്ന് കിട്ടുന്നു.